ദിസ് ഈസ് ദ ജേർണി ടു മൈ ഡ്രീം. വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് നടന്നിരുന്ന എൻ്റെ ലൈഫിൽ ഞാൻ എവിടെ എത്താതെ ഒന്നും ആവാതെ പോകുകയാണെന്നുള്ളൊരു തോട്ട് വന്ന സമയത്താണ് ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. അന്ന് എനിക്ക് കുഴപ്പമില്ലാത്തൊരു ജോലി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല കട്ട പണിയായിരുന്നു. മറ്റൊരാളെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടേ പറ്റൂ. അന്ന് എനിക്ക് ഒരു 3 മാസം ആ ജോലിയിൽ നിന്നൊരു ലീവ് എടുക്കേണ്ടി വന്നു, ഒരു റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അതെൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ആദ്യത്തെ ഒരു മാസം ഫുള്ള് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. ഡ്രസ്സിൻ്റെ ബിസിനസ്, ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്, ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് എൻ്റെ ഐഡിയാസിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലാതെ കുറച്ചുകൂടിയും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും എന്നും തോന്നി. ഫൈനലി ഞാനൊരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലീവ് എടുത്തതിൻ്റെ ഒരു 3 മാസത്തിൽ 1 മാസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ 1 മാസം ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തു. ഫൈനലി ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 BHK ഹൗസിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ആ ഒരു കുഞ്ഞു കിച്ചണിൽ 4 വർഷത്തോളം ഞാനിത് നല്ല രീതിയിൽ റൺ ചെയ്ത ശേഷം ഞാനിപ്പോൾ ഒരു ചെറിയ ഷോപ്പ് റെൻറ്റിനെടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മുടെ സറൗണ്ടിങ്ങിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഇതുകൊണ്ട് ഞാൻ വെൽ സെറ്റിൽഡ് ആയെന്നൊന്നും പറയുന്നില്ല, എങ്കിലും ബെറ്റർ ദാൻ ജോബ്. 11:30ക്കാണ് ഇവിടെ ഔട്ട്ലെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഓർഡറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഒരേപോലെ തന്നെ ഓർഡർ വരും. ഫുഡ് മാത്രമല്ല, കുറച്ച് ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റ്സും ഉണ്ട്. ഇതെല്ലാം ഓൺലൈൻ വഴിയാണ് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും 9 മണിയാകുമ്പോഴേക്കും ഞാനിവിടെ എത്തും. ആദ്യം എത്തുന്നത് ഞാനാണ്. പിന്നെ 1:30 വരെ എല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു സമയമാണ്. എല്ലാം എൻ്റെ അണ്ടറിലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. 1:30ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകും. ഇവിടെ ഒരു 150 മീറ്റർ ഉള്ളിലാണ് എൻ്റെ വീട്. പിന്നെ ഓർഡർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഞാനിന്ന് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്.